കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദുഃഖവെള്ളി അഥവാ ഗുഡ് ഫ്രൈഡേ. ലോകമെമ്പാടും ജനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും കബറടക്കത്തെയും ഓർക്കുവാൻ ഈ ദിവസം പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്നു. മാനവരാശിയുടെ രക്ഷകനായി, അവരുടെ പാപപരിഹാരകനായി ഈ ഭൂമിയിലേക്ക് വന്ന ദൈവം മനുഷ്യനായി കാണപ്പെട്ട് യേശുവായി ഈ ഭൂമിയിൽ സഞ്ചരിക്കുകയായിരുന്നു. ഈ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയായിരുന്നു. യേശുക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന രോഗികളെയെല്ലാം സൗഖ്യമാക്കി. പലരെയും സൗഖ്യമാക്കയിൽ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിരുന്നു. അന്ന് യേശുവിൻ്റെ ചുറ്റും കൂടിയിരുന്നവർ യേശുവിനെ സംശയദൃഷ്ടിയോടെയാണ് നോക്കിയത്. അവരുടെ തിരുവെഴുത്തുകളിൻ പ്രകാരം പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അവർ അറിഞ്ഞിരുന്നില്ല ഈ ഭൂമിയിൽ നടക്കുന്ന ഈ യേശു സാക്ഷാൽ ദൈവമാണ് എന്ന്. മനുഷ്യനായി കാണപ്പെട്ട യേശുവിനെ അവർ സംശയത്തോടെ നോക്കി. പാപങ്ങളെ മോചിക്കുവാൻ ഇവന് അധികാരമോ? തന്നെയുമല്ല, അന്നത്തെ ഭരണാധികാരികളെയും മതാധികാരികളെയും എല്ലാം യേശുക്രിസ്തു വിമർശിച്ചു. ദേവാലയത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാമുഖ്യം ദൈവത്തിന് കൊടുക്കാതെ അത് ആചാരങ്ങൾക്കും കർമാനുഷ്ഠാനങ്ങൾക്കും കൊടുത്തുകൊണ്ട് ആരെങ്കിലും ആ ആചാരങ്ങളെ തെറ്റിക്കുന്നെങ്കിൽ അവരെ ഭ്രഷ്ടരാക്കുവാനും അവരെ ശിക്ഷിക്കുവാനും ആ മതാധികാരികൾ തുനിഞ്ഞിരുന്നു. ഇവൻ ഭൂമിയിൽ സഞ്ചരിക്കയിൽ ദൈവത്തോട് തന്നെ സമനാക്കുകയാണോ എന്നവർ സംശയിച്ചു. കാരണം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് യേശു ദൈവത്തെ സംബോധന ചെയ്തത്. ദൈവത്തോട് തന്നെ സമനാക്കി എന്ന് തൻ്റെ ചുറ്റും കൂടിയിരുന്ന വിരോധികൾ പറഞ്ഞിരുന്നു. വെറും മനുഷ്യനായ യേശു എങ്ങനെയാണ് ദൈവം തൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞ് ദൈവത്തോട് തന്നെ സമനാക്കുവാൻ ശ്രമിക്കുന്നത്? എങ്ങനെയെങ്കിലും ഈ യേശുക്രിസ്തുവിനെ ഒടുക്കിക്കളയുവാൻ അവർ നിരൂപിച്ചു. കാരണം നൂറ്റാണ്ടുകളായി അവർ കാത്തിരുന്ന ഒരു മശിഹായെ സാധാരണ ജനങ്ങൾ യേശുക്രിസ്തുവിൽ ദർശിക്കുവാൻ തുടങ്ങി. കാരണം അവർ നോക്കിയപ്പോൾ അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുന്നു, അവരോട് സഹാനുഭൂതിയായി സ്നേഹത്തോടെ ദയയോടെ പെരുമാറുന്നു. സാധാരണ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ കഷ്ടത അനുഭവിച്ചിരുന്നവർക്ക്, രോഗാതുരരായിരുന്നവർക്ക്, വിശന്നിരുന്നവർക്ക്, അന്ധന്മാർക്ക്, ചെകിടന്മാർക്ക്, മുടന്തന്മാർക്ക് എല്ലാം യേശു ഒരു രക്ഷകനായിരുന്നു. അവർ യേശുവിനെ സ്നേഹിച്ചു. അതേസമയം അധികാരവർഗങ്ങൾ, മതപുരോഹിതന്മാർ, ഇവർക്കൊക്കെയും യേശു ഒരു ഭീഷണിയായിരുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ ജനനത്തിങ്കൽ ഒരു സന്ദർഭമുണ്ടായെങ്കിൽ പലരും വിചാരിച്ച് കാണും, ഇവൻ യഹൂദന്മാരുടെ രാജാവാകുമോ? ഇവൻ യഹൂദന്മാരുടെ രാജാവാണോ? ഇവൻ രാജാവാണോ? ഇതൊക്കെയും അവരുടെ മനസ്സിൽ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു പ്രതിസ്ഫുരണം യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷയുടെ അന്ത്യനാളുകളിൽ നടക്കുകയാണ്. വളരെ അധികാരത്തോടെയാണ് യേശുക്രിസ്തു ദൈവരാജ്യത്തെപ്പറ്റി സംസാരിച്ചത്, പ്രസംഗിച്ചത്. അവരുടെ റബിമാരേക്കാൾ ശ്രേഷ്ഠനായ ഒരു റബിയായി യേശുക്രിസ്തു അവരെ പഠിപ്പിച്ചു.
ദേവാലയത്തിൽ പഠിപ്പിച്ചു, സിനഗോഗുകളിൽ പഠിപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും വകവരുത്തുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ലോകരക്ഷിതാവായ സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയായ ഈ മനുഷ്യനെ സ്നേഹിച്ചു. അതിനാലാണ് കാലത്തികവിങ്കൽ മനുഷ്യനായി ഈ ഭൂമിയിൽ യേശുക്രിസ്തു വന്നത്. മനുഷ്യനായി കാണപ്പെട്ട ദൈവം തൻ്റെ ദൗത്യം നിറവേറ്റുകയായിരുന്നു. എന്തായിരുന്നു ആ ദൗത്യം? മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക. കാരണം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയത് പാപമാണ്. ആ പാപത്തിന് പരിഹാരം മനുഷ്യജാതി നൂറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഒരു പരിഹാരമല്ല. അവർ കഠിനമായി പ്രയത്നിച്ചു. എങ്ങനെയാണ് ദൈവത്തോടടുക്കേണ്ടത്, പാപം എങ്ങനെയാണ് മാറ്റിക്കളയേണ്ടത്. ഇന്നും അങ്ങനെ തുനിഞ്ഞ് പല പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അന്നത്തെ ലോക സമ്പ്രദായങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യമനുസരിച്ച് അവർ നൂറ്റാണ്ടുകളായി ചെയ്തിരുന്ന ചില രീതികളുണ്ട്. ബലികർമ്മങ്ങൾ, രക്തം ചിന്തിയുള്ള ബലികർമ്മങ്ങൾ. പക്ഷേ ഒരു പാപമില്ലാത്ത ഒരു ബലിവസ്തു, അല്ലെങ്കിൽ ഊനമില്ലാത്ത വിശുദ്ധമായ ഒരു ബലിവസ്തു അവർ കണ്ടിരുന്നില്ല. വിശുദ്ധനായ, നിഷ്കളങ്കനായ, പാപമില്ലാത്ത ഒരു ദൈവകുഞ്ഞാടായി യേശുക്രിസ്തു വന്നു. എല്ലാ ബലികളെയും നീക്കിക്കളയുവാൻ യേശുക്രിസ്തു മാനവരാശിയുടെ പാപമെല്ലാം തന്മേലേറ്റെടുത്തുകൊണ്ട് ഹോമബലിയായി മാറി. ആ പരമയാഗം എല്ലാ ബലികളെയും നീക്കിക്കളഞ്ഞു. ബലികളെ നീക്കിയിടും തിരുബലി ധന്യം താൻ. അതാണ് നാം പാട്ടുകളിൽ ചൊല്ലുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു സ്വയമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നു എങ്കിൽ യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുവാനോ കൊല്ലുവാനോ ആർക്കും കഴിയുകയില്ല. ഇത് യേശുക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് പിടിച്ച് കുറ്റവാളിയായി കണ്ട് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊല്ലുകയായിരുന്നില്ല. ഇതേ ഉദ്ദേശത്തോടു കൂടെയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അതിനാരെയും പഴിചാരേണ്ട കാര്യമില്ല. പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്ന്, അല്ലെങ്കിൽ അവർ അതിനായി ശ്രമിച്ചു. അതിനായി ശ്രമിക്കുവാൻ തക്കവണ്ണം അവരുടെ ഈഗോ, അല്ലെങ്കിൽ അവരുടെ ദുഷ്ട മനസ്സുകളിൽ പിശാച് കരുതിയിരുന്ന ആ ദുഷ്ടത്തരങ്ങൾ, ആ സ്വഭാവങ്ങൾ, അസൂയ, കുശുമ്പ്, അല്ലെങ്കിൽ കൊലപാതകം, വ്യഭിചാരം, അതുപോലെയുള്ള ദുഷ്കർമ്മങ്ങൾ, ദുഷ്പ്രവർത്തികൾ, ദുഷ്ട സ്വഭാവങ്ങൾ, ഇതൊക്കെ നിറഞ്ഞിരുന്ന മനുഷ്യ മനസ്സുകൾ ഇതിന് ആക്കം കൂട്ടി. അത് പിശാചിൻ്റെ ആയുധങ്ങളായി പ്രവർത്തിച്ചു. യേശു കുരിശിൽ നേടിയത് എന്താണ്? മനുഷ്യനെ ഈ പിശാചിൻ്റെ ഇതുപോലെയുള്ള ദുഷ്ടപ്രവർത്തികളിൽ നിന്ന്, ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്ന് വിമുക്തരാക്കുക, അവർക്ക് വിടുതൽ കൊടുക്കുക, സാത്താൻ്റെ പ്രവർത്തികളെ തകർക്കുക. യഹൂദന്മാരുടെ രാജാവായി മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും രാജാധിരാജനായി, കർത്താധികർത്താവായി വന്ന യേശുക്രിസ്തു മാനവരാശിയുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിനായി ഇതാ ഈ ഭൂമിയിലെ ഒരു ഭരണാധികാരിയായ, റോമ ഗവർണറായ പിലാത്തോസിൻ്റെ മുമ്പിൽ
അനങ്ങാതെ ഒരു കുഞ്ഞാട് പോലെ നിൽക്കുന്നു. നാം ആ കാഴ്ചകളൊക്കെയും ഈ ദിവസം ശ്രദ്ധിക്കുമ്പോൾ നാം ഓർക്കേണ്ടത്, ഞങ്ങളുടെ പാപത്തിന് വേണ്ടിയാണല്ലോ യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്. ഞങ്ങളെ രക്ഷിക്കുവാനാണല്ലോ, ഞങ്ങളുടെ ആത്മരക്ഷയായിരുന്നുവല്ലോ യേശുവിൻ്റെ ദൗത്യം. അതിനുവേണ്ടിയാണല്ലോ ഞങ്ങൾ ബലിയാകേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തു ബലിയായത്. കാരണം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയിരുന്നത് പാപമാണ്. ആ വലിയ വിടവ് നികത്തുവാൻ, പാപം മായ്ച്ചു കളയുവാൻ യേശു വന്നു, തങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത്. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതായിരുന്നു ഈ ലോകജനത നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചിരുന്നത്. ഏത് സംസ്കാരത്തിലും നമുക്കിത് കാണുവാൻ കഴിയും. ബലിയർപ്പണം, രക്തം ചീന്തൽ. പക്ഷേ ദൈവത്തിന് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ രക്തം ചിന്തും? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നിഷ്ഫലമാണ്. കാരണം ദൈവം തന്നെ പെർഫെക്റ്റായി ഒരു യാഗവസ്തുവായി യേശുക്രിസ്തുവിനെ മനുഷ്യരാശിക്ക് കൊടുത്തു. അവനാണ് ഊനമില്ലാത്ത ദൈവകുഞ്ഞാട്. ആ ദൈവകുഞ്ഞാട് കെട്ടപ്പെട്ടവനായി ഈ ഭൂമിയിലെ ഒരു ഭരണാധികാരിയായ ആ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ച നമ്മുടെ കരളലിയിക്കും. നാം ഈ കാര്യങ്ങളൊക്കെയും ഇന്ന് സ്മരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത്, നമ്മുടെ രക്ഷയ്ക്കായിട്ടാണല്ലോ യേശുക്രിസ്തു ഇതെല്ലാം സഹിച്ചത്. നാം സഹിക്കേണ്ട സ്ഥാനത്ത്, നാം അടികൊള്ളേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തു അടികൊണ്ടു, തുപ്പലേറ്റു. അവൻ കോലിനാൽ അടിക്കപ്പെട്ടു. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ദുഷ്ടന്മാർ ആഞ്ഞടിച്ചു. യേശു മരിച്ച ശേഷവും അവൻ്റെ വിലാപ്പുറത്ത് പടയാളികൾ കുന്തമിട്ട് കുത്തി, രക്തവും വെള്ളവും ഒഴുകി എന്നാണ് നാം തിരുവെഴുത്തുകളിൽ വായിക്കുന്നത്. എല്ലാ പ്രവചനങ്ങളുടെയും നിവൃത്തിയായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആ യേശുക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തീയ കീർത്തനത്തിലെ 138 ഗാനം ആലപിക്കാം. അയ്യയ്യോ അയ്യയ്യോ മഹാശ്ചര്യമിതയ്യോ, അയ്യയ്യോ മഹാശ്ചര്യമിതയ്യോ, യേശുദേവൻ പ്രിയനാഥൻ നിൽക്കുന്ന ഭാവത്തെ നോക്കി ചിന്ത ചെയ്യുവീൻ. പുഴുവാം പുഴുവാം പീലാത്തോസിൻ മുൻപിലിതാ, പുഴുവാം പീലാത്തോസിൻ മുൻപിലിതാ, പുണ്യനാഥൻ പൂർണ്ണദേവൻ നിൽക്കുന്ന ഭാവത്തെ നോക്കി ചിന്ത ചെയ്യുവീൻ. ആടുപോൽ ആടുപോൽ ആനങ്ങാതെ നിന്നുടയോൻ, ആടുപോൽ ആനങ്ങാതെ നിന്നുടയോൻ, പാടു നേടാൻ നമ്മെ നേടാൻ നിൽക്കുന്ന ഭാവത്തെ നോക്കി ചിന്ത ചെയ്യുവീൻ. തിരുവുൾ തിരുവുൾ ഇരിപ്പെന്തിതാർക്കറിയാം, തിരുവുൾ ഇരിപ്പെന്തിതാർക്കറിയാം, ദേവരാജൻ ഭൂവിൻ നാഥൻ
നിൽക്കുന്ന പാവത്തെ നോക്കി ചിന്ത ചെയ്യുവീൻ. ജഗത്തിൻ പാപഭാരത്താൽ ഞരങ്ങി, ജഗത്തിൻ പാപഭാരത്താൽ ഞരങ്ങി, സ്വർഗനാഥൻ ഉൾക്കലങ്ങി നിൽക്കുന്ന ഭാവത്തെ നോക്കി ചിന്ത ചെയ്യുവീൻ. നിനക്കായി കേൾക്ക കല്ലമ്പാബി നെഞ്ചേ, നിനക്കായി കേൾക്ക കല്ലമ്പാബി നെഞ്ചേ, നിർമ്മലൻ താൻ നിത്യദേവൻ നിൽക്കുന്ന ഭാവത്തെ നോക്കി ചിന്ത ചെയ്യുവീൻ. വളരെ പ്രത്യേകതകളുള്ള വിസ്മയിപ്പിക്കുന്ന വ്യക്തിത്വമുള്ള യേശു തൻ്റെ യൗവനകാലത്തിൽ കൊല ചെയ്യപ്പെട്ടു. തൻ്റെ ശിഷ്യനും സുഹൃത്തുമായ യൂദയാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടു. ശത്രുക്കളാൽ പരിഹാസ്യനായി, പിതാവാം ദൈവത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടവനായി പാപം നിമിത്തം സർവ്വലോകത്തിൻ്റെയും സർവ്വപാപവും താൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി അവൻ പാപമായിരിക്കുകയാണ്. ക്രൂരന്മാരായ ഘാതകർ മുഷ്ടി ചുരുട്ടിയിടിച്ചതിനാൽ മുഖമെല്ലാം വിരൂപമായി. കോലിനാൽ അടിക്കപ്പെട്ടു. മുൾക്കിരീടം തലയിൽ വെച്ചാഞ്ഞടിച്ചതിനാൽ തലയോട്ടി ഛിന്ന ഭിന്നമായി പോയി. ചാട്ടവാറിനാൽ അടിക്കപ്പെട്ട പുറം ഉഴവുചാലുപോലെ കീറി. കാലുകളും കൈകളും കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകിയവനായി, ദാഹം കൊണ്ട് തൊണ്ട വരണ്ടവനായി, ശ്വാസമെടുക്കാൻ കഴിയാതെ ശ്വാസകോശം പ്രയാസപ്പെട്ട് ശ്വാസം മുട്ടി. ഈ യേശുവിനെയാണ് നാം കുരിശിൽ കാണുന്നത്. യേശു വളരെ ദാരുണമായ ഒരു മരണമാണ് വരിച്ചത്. ആരുടെ മരണം ഇത്രമാത്രം ലോകത്തെ കീഴ്മേൽ മറിച്ചുവോ ആ മരണം മറ്റാരുടേതുമായിരുന്നില്ല, യേശുവിൻ്റേതായിരുന്നു. എന്നാൽ ഇപ്രകാരം മരണപ്പെട്ട ഒരു ഹീറോ ആയിട്ടാണോ നാം യേശുവിനെ കാണുന്നത്? ഒരിക്കലുമല്ല. ജീവിക്കുന്ന കർത്താവായിട്ടാണ്. യേശുവിൻ്റെ മരണം ഒരു ട്രാജഡി ആയിരുന്നില്ല, ഒരു വിക്ടറി ആയിരുന്നു, ട്രയംഫ്. കാരണം 3 ദിവസങ്ങൾക്ക് ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു. പല ദിവസങ്ങളിൽ, പല അവസരങ്ങളിൽ, പല സ്ഥലത്ത് പലർക്കും അവൻ പ്രത്യക്ഷനായി. ശിഷ്യന്മാർ കാണുകെ അവൻ സ്വർഗാരോഹണം ചെയ്തു. യേശു ക്രിസ്തു ഇന്നും ഉയർത്തി ജീവിക്കുന്ന വ്യക്തിയാണ്. ഹി ഈസ് നോട്ട് എ ഡെഡ് ഹീറോ. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവനൊരു സ്ലെയിൻ ഹീറോ അല്ല. ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ രക്ഷകനാണ്. യേശു മഹിമയിൽ ജീവിക്കുന്നു എന്നറിയുന്ന നാം എന്തിനാണ് ഇന്ന് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളും കുരിശുമരണവും സ്മരിക്കുന്നത്? എന്തിനാണ് യേശുവിൻ്റെ ശരീരരക്തങ്ങളിൽ അപ്പവീഞ്ഞുകളുടെ സ്വീകരണത്തിലൂടെ നാം പങ്കാളികളാകുന്നത്? അതിന് കാരണമുണ്ട്. കാരണം മാനവജാതിയുടെ പാപത്തിൻ്റെ ശിക്ഷയാണ്, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് യേശു വഹിച്ചത് എന്ന് നാം തിരിച്ചറിയുന്നത് കൊണ്ടാണ്. യേശുവിൻ്റെ ക്രൂശുമരണം മൂലം എന്ത് നേട്ടമാണ് നമുക്കുണ്ടായത് എന്ന് നാം തിരിച്ചറിയുന്നതിലൂടെയാണ്. ആ നേട്ടം എത്ര വലുതായിരുന്നുവോ അതിനാൽ നാം യേശുവിൻ്റെ മരണത്തെപ്പറ്റി വെറുതെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുക മാത്രമല്ല, വി സെലിബ്രേറ്റ് ഇറ്റ്
and we sing about it. നിത്യനാശത്തിൽ നിന്നും നിത്യജീവങ്കിലേക്ക് നമ്മെ കൊണ്ടുവന്ന് നമ്മെ തൻ്റെ മക്കളാക്കി തീർത്ത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി ഇന്നും നമ്മെ വഴി നടത്തുന്ന ആ ദൈവത്തെയാണ് നാം സ്മരിക്കുന്നത്, ആരാധിക്കുന്നത്. എത്രമാത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നാം ഇന്നായിരിക്കുന്നത്. പാപി, ഈ യേശുവിൻ്റെ ഭാവത്തെ നീ നോക്കുക, നീ ചിന്തിച്ചു നോക്കുക. നിന്നെ രക്ഷിക്കുവാൻ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് യേശുവിന് കടന്നു പോകേണ്ടി വന്നത് എന്ന്. ഈ ലോകത്തിൽ പല മഹാരഥന്മാരും ജീവിച്ചിരുന്നു. പലരും തങ്ങളുടെ യൗവനത്തിൽ പല രീതിയിൽ മരിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ മരണം അവരുടെ മരണം പോലെ ആയിരുന്നില്ല. Their untimely deaths have seemed a tragic waste. എന്നാൽ യേശുവിൻ്റെ മരണം, ജീസസ് ക്രൂസിഫിക്ഷൻ, was not a tragic waste. It was a great accomplishment. എന്താണ് യേശു തൻ്റെ മരണത്തിലൂടെ നേടിയത്? മാനവജാതിക്ക് എന്താണ് യേശു നേടിക്കൊടുത്തത്? വിശുദ്ധ ബൈബിളിൽ അത് നമുക്ക് വായിക്കുവാൻ കഴിയും. The book of Hebrews, chapter 2, verses 14 to 18. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അതായത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട്, അതായത് അവർ മനുഷ്യരാകൊണ്ട് യേശുവും അവരെ പോലെ മനുഷ്യനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അവർ പാപികളായിരുന്നതിനാൽ അവർക്ക് മരണഭയമായിരുന്നു. തങ്ങളുടെ ആത്മാക്കളുടെ മരണം, തങ്ങൾ മരിച്ചു പോകും, നിത്യനാശമാണല്ലോ ഞങ്ങൾക്ക് വരുവാനും പോകുന്നത്. അങ്ങനെ മരണഭീതിയിലായിരുന്നു അവർ. ആ മരണഭീതിയിൽ നിന്നും യേശു അവരെ വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ യേശു വന്നത്. അതായത് മനുഷ്യർക്ക് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് അവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ യേശു കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും ജനത്തോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ഈ മനുഷ്യനോട് എല്ലാ കാര്യത്തിലും യേശു സദൃശനായി മാറി. അവർ പല കാര്യങ്ങൾ പാപപരിഹാരത്തിനായി ഈ ലോകത്തിൽ ചെയ്തിരുന്നു. അവരോട് സദൃശനായി യേശു അവർ കാണിക്കുന്നത് പോലെ തന്നെ പക്ഷേ തന്നെത്താൻ ബലിയായി മാറി. നിങ്ങളിനി ഈ ലോകത്തിൽ ഒന്നും ചെയ്യണ്ട. പാപപരിഹാരത്തിനായി മൃഗബലിയോ നരബലിയോ യാതൊരു കർമ്മങ്ങളും ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബലിയാകുകയാണ്. എല്ലാ ബലികൾക്കും ഇതോടെ അന്ത്യമാകുകയാണ്. വേഴ്സ് 18. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. എത്രമാത്രം മനുഷ്യനോട് യേശു താതാത്മ്യപ്പെട്ടു സഹോദരങ്ങളെ. നമുക്ക് പലവിധമായ പരീക്ഷകൾ, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ ആ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെയും നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് സഹായകനായി ഒരു മഹാപുരോഹിതനായി. എന്താണ് ഒരു മഹാപുരോഹിതൻ ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് മഹാപുരോഹിതനായി തീർന്നു. നിങ്ങളെ ഞാൻ രക്ഷിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കും. അതായത് നിങ്ങളതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് നിർത്ത്. ഞാൻ എന്താണ് ചെയ്തത് അതിൽ നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു മഹാപുരോഹിതനായിരിക്കും, നല്ലൊരു കൗൺസിലറായിരിക്കും, നല്ലൊരു അഡ്വക്കേറ്റ് ആയിരിക്കും.
ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഉണ്ടായിരുന്ന ആ വിടവ് നികത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പാപമായിരുന്നു ആ വിടവുണ്ടാക്കിയത്. ഇപ്പോൾ ഇതാ ആ പാപമെല്ലാം ഞാൻ ചുമന്നൊഴിച്ചിരിക്കുന്നു. ദൈവത്തോട് നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. നിങ്ങൾക്കിനി എന്തു പ്രതികൂലതകൾ നേരിട്ടാലും പ്രലോഭനങ്ങളുണ്ടായാലും നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു മഹാപുരോഹിതനാണ്, നിങ്ങളുടെ അഡ്വക്കേറ്റാണ്. ഈ 5 വാക്യങ്ങളിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ് യേശു തൻ്റെ മരണം മൂലം അക്കംപ്ലിഷ് ചെയ്തതായി നാം വായിച്ചത്. ഒന്നാമതായി, മനുഷ്യനെ പാപത്തിൻ്റെ അടിമത്തത്തിലാക്കിയിരുന്ന പിശാചിൻ്റെ ആ തേർവാഴ്ച യേശു അവസാനിപ്പിച്ചു. ജീസസ് ഡിസ്ട്രോയിഡ് ദ tyranny ഓഫ് ദ ഡെവിൾ. രണ്ടാമതായി, ദൈവത്തിനും മനുഷ്യരാശിക്കും മധ്യേ പാപം മൂലമുണ്ടായിരുന്ന ആ വലിയ വിടവ്, ആ വലിയ അകൽച്ച യേശു മാറ്റി. ജീസസ് ബ്രിഡ്ജ്ഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സിൻഫുൾ പീപ്പിൾ ആൻഡ് ദ ഹോളി ഗോഡ്. മൂന്നാമതായി, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പരീക്ഷാ ഘട്ടങ്ങളിൽ യേശു നമ്മുടെ അടുത്ത സഹായകനും സുഹൃത്തുമായി മാറി. ജീസസ് ഹാസ് ബിക്കം എ കമ്പാനിയൻ ആൻഡ് ഹെൽപ്പർ ടു us in times of testing. നമുക്കറിയാം ഈ ലോകത്തിൻ്റെ യഥാർത്ഥ അവകാശി ആരാണെന്ന്. ഈ ലോകത്തിൻ്റെ യഥാർത്ഥ അവകാശി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ ഇന്ന് നാം കാണുന്നത് പോലെ ചതിവും വഞ്ചനയും കൊലയും കൊള്ളിവയ്പും മയക്കുമരുന്നും അസാൻമാർഗികതയും ഇങ്ങനെ ദൈവം വെറുക്കുന്ന എന്തെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം ആയുധമാക്കി സാത്താൻ മനുഷ്യവർഗത്തെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സാത്താൻ മനുഷ്യരാശിയെ പാപത്തിൻ്റെ ബന്ധികളാക്കി അല്ലെങ്കിൽ ഹോസ്റ്റേജസ് ആക്കിയിരുന്നിടത്താണ് യേശു അവർക്ക് വേണ്ടി സ്വയം ഹോസ്റ്റേജായി മാറി അവർക്ക് പകരം നിന്നു കൊടുത്തത്. ഈ നിൽപ്പിൽ സാത്താൻ്റെ ഈ ആയുധവർഗങ്ങളെല്ലാം യേശു പിടിച്ചു വാങ്ങി സാത്താനെ നിരായുധനാക്കി. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് തിന്മകൾ ആയുധമാക്കിക്കൊണ്ട് നടന്നിരുന്ന സാത്താൻ്റെ ഉപായങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും യേശുവിലെ വിശ്വാസത്താൽ അവൻ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. കാൽവരി ക്രൂശിൽ യേശു ചെയ്യേണ്ടതെല്ലാം മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യുവാനില്ല. ഇനി നാം ചെയ്യേണ്ടത് ലോകത്തിന് മധ്യ ഉയർത്തപ്പെട്ട ആ ക്രിസ്തുവിലേക്ക് നോക്കി രക്ഷപ്പെടുക മാത്രമാണ്. ഇതാരാണ് ചെയ്യേണ്ടത്? ഇത് നാം ഓരോരുത്തരും സ്വയം ചെയ്യേണ്ടതാണ്. ഇതാരെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുവാൻ സാധ്യമല്ല. യേശു മാന്യനാണ്. യേശു ആരുടെയും അവകാശത്തിലോ സ്വാതന്ത്ര്യത്തിലോ കൈകടത്തുന്നവനല്ല. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിച്ച് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന്. ഇത്രമാത്രം സ്വാതന്ത്ര്യമാണ് യേശു നൽകിയിരിക്കുന്നത്. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് യേശു പ്രവേശിക്കില്ല. നമുക്ക് കർത്താവ് ഫ്രീ വിൽ തന്നിരിക്കുകയാണ്. നമ്മുടെ ചോയ്സാണ് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഞാനീ പറഞ്ഞതിൻ്റെ സാരാംശം യേശുക്രിസ്തുവിലുള്ള ആശ്രയമാണ്, അവനിലുള്ള വിശ്വാസത്താലാണ് പാപക്കുറ്റത്തിൽ നിന്നും പാപഭാരത്തിൽ നിന്നും മനുഷ്യരാശി വിടുവിക്കപ്പെടുന്നത് എന്നാണ്. പാപവും മരണവുമാണ് കാൽവറിയിലെ കുരിശിൽ കൈകാര്യം ചെയ്യപ്പെട്ടത്. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതായത് ഇഫ് യു ബിലീവ് ഇൻ ജീസസ് യു ആർ നോ ലോങ്ങർ അണ്ടർ ദ പവർ ഓഫ് സേറ്റൻ ഓർ ഹിസ് ഇൻഫ്ലുവൻസ്. രണ്ടാമതായി, നമ്മുടെ പാപമാണ് നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റിയത്. സോ സിൻ ഈസ് റിപ്പൾസീവ് ടു ഗോഡ്. ഗോഡ് ഹേറ്റ്സ് സിൻ. ഇറ്റ് ഒഫൻസ് ഗോഡ്സ് ഹോളിനെസ്. It violates his justice. It provokes his anger. ഈ പാപത്തെ നാം കൈകാര്യം ചെയ്തില്ല എങ്കിൽ
ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നമുക്ക് സാധ്യമല്ലാതെ വരും. നമ്മുടെ സ്വശക്തിയാൽ അത് സാധ്യമല്ല. ദൈവത്തിനും മനുഷ്യനും മധ്യയുള്ള ഒരേ ഒരു മധ്യസ്ഥനായ യേശുവാണ് നമുക്ക് വേണ്ടി അത് ചെയ്ത് ദൈവവുമായി നമ്മെ അടുപ്പിച്ചത്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന്. അതായത് പാപം അറിയാത്ത യേശുവിനെ, നിഷ്കളങ്കനായ യേശുവിനെ നാം യേശുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അതുപോലെ 1 Corinthians 6:20 says, പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. നമ്മെ വിലയ്ക്ക് വാങ്ങുവാനും നമ്മുടെ ഉടമസ്ഥാവകാശം എടുക്കുവാനും അവൻ സന്നദ്ധനായി. അതുമാത്രവുമല്ല, തനിക്കുള്ളതെല്ലാം അവൻ നമുക്ക് നൽകി. അവൻ നമ്മെ യേശുവിലൂടെ ദത്തെടുക്കുകയാണുണ്ടായത്. ഇന്ന് നാം ചെയ്തു കൂട്ടുന്ന സകലതിനും ഉത്തരം പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവാണ്. നാം ഏത് തെറ്റിൽ വീണുപോയാലും നമ്മുടെ കൂടെ നിന്ന് അതിൽ നിന്ന് നമ്മെ കരകയറ്റി പിതാവിൻ്റെ മുമ്പിൽ ഒരു അഡ്വക്കേറ്റായി നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ യേശു. Jesus immersed himself in our condition in order to represent us as a priest and an advocate before God. സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യരായി നമ്മെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ മധ്യസ്ഥനായിരിക്കുവാൻ കഴിയുകയുള്ളൂ. കാൽവറിയിലെ യാഗത്താൽ യേശു നമുക്ക് നേടിത്തന്ന മൂന്നാമത്തെ അക്കംപ്ലിഷ്മെൻറ്റ് നാം വായിച്ചു. ഹീബ്രൂസ് 2:18. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആവുന്നു. യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു എന്ന്. ഇത് തന്നെയാണ് ഹീബ്രൂസ് 4:15 പറയുന്നത്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എത്ര നല്ല ഒരു അഷ്വറൻസാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. യേശു കാൽവറി ക്രോസിൽ നമുക്ക് വേണ്ടി നേടിത്തന്നത് ഇവയാണ്. നാം ഇത് ധ്യാനിച്ചാണ് അവൻ്റെ മുമ്പിൽ കുമ്പിടുന്നത്. നന്ദി നിറഞ്ഞ ഹൃദയം നാം അവന് സമർപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കിൻഡർഗാർട്ടൻ ബെഥെസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി, ഈസ്റ്റർ എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen.